പിന്നെ ഈ മെനോപോസ് സ്റ്റേജിൽ ഇവർക്ക് ഇപ്പം ഈസ്ട്രജന്റെ അളവ് കുറയുകയാണ് ചെയ്യുക മെനോപോസ് സ്റ്റേജിൽ. അപ്പൊ ഈസ്ട്രജന്റെ അളവ് കുറയുക എന്ന് പറയുമ്പോഴും ഈ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഈ ബോൺ മാസ് കുറഞ്ഞിട്ട് അവിടെ ഓസ്റ്റിയോപോസിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാല് ഓവറീസ് ആണ് ഈസ്ട്രജൻ മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ റീപ്രൊഡക്റ്റീവ് ലൈഫില്. അപ്പൊ ഈ ഓവറീസ് ഏകദേശം ഈ മെനോപോസ് സ്റ്റേജിൽ ഇത് സ്റ്റോപ്പ് ചെയ്യും, പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെ ഒരു മിനിമൽ എമൗണ്ട്, കുറച്ച് എമൗണ്ട് മാത്രമാണ് പിന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ, അതും ഈ അഡ്രിനൽ ഗ്ലാൻഡ്സിനും ഫാറ്റ് ടിഷ്യൂന്നും ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ എപ്പോഴാണ് ഈ മെനോപോസ് സ്റ്റേജ്, സ്ത്രീകൾക്ക് ഈ മെനോപോസ് സ്റ്റേജ് വരുന്നത് എന്താ വെച്ചാല് ഒരു 45-47 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിനുള്ളിൽ തന്നെ മെനോപോസ് സംഭവിച്ചിരിക്കും. അപ്പൊ ഈ ലേറ്റ് 40s നമ്മൾ പറയാം, 40സിലെ മധ്യത്തിൽ അവസാനത്തിൽ അങ്ങനെയൊക്കെ. ഇനി അഥവാ ഈ സ്ത്രീകൾക്ക് അവരുടെ അമ്മമാർക്ക്, അവരുടെ ഉമ്മമാർക്ക് ചിലപ്പം ഒരു 45ലോ 42ലോ ഒക്കെ മെനോപോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിൽ വരുന്ന മക്കൾക്ക്, പെൺമക്കൾക്ക് ചിലപ്പോൾ ഒരു ലേറ്റ് 30സിൽ തന്നെ ചിലപ്പം ഈ ബുദ്ധിമുട്ടുകളൊക്കെ ആരംഭിക്കാം. അപ്പൊ ഒരു ഹെറിഡിറ്ററി ഒരു റിലേഷൻ കൂടി ഉണ്ട് ഇതിൽ പറയുമ്പോൾ.